ഇപ്പോൾ ഒരാളുടെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ ഒരു നാക്കുപിഴ കൊണ്ട് എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ചൊല്ലി പലരും റിയാക്ട് ചെയ്ത് വീഡിയോയും കാര്യങ്ങളും ഇടുന്നുണ്ട്. അതിനെ ചൊല്ലി പലരും ആ ശത്രുത തീർക്കാൻ വേണ്ടി കേസും കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആതിരയ്ക്ക് പോലും അതുപോലെ പല സംഭവങ്ങൾ ഇപ്പം റിയാക്ഷൻ പോലെ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് മനഃപൂർവ്വം ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കുറേയൊക്കെ മനഃപൂർവ്വമാണ്. അതായത് പൊതുവേ നമ്മളൊരു ഫെയിമിലോട്ട് വരുന്നു എന്ന് കണ്ട് ഡീഫെയിം ചെയ്യാൻ എല്ലാവർക്കും ഒരു ടെൻഡൻസി ഉണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരു ജോബായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ റിയാക്ഷൻസ്, റോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ പോലെ തന്നെ ഒരു വേറെ വേർഷനാണ് അത്. റോസ്റ്റിംഗ് ഒക്കെ ഒരു ജോബ്. അപ്പോൾ അവരെ സംബന്ധിച്ച് കിട്ടുന്ന കണ്ടന്റ് എല്ലാം ഇത് കാണാൻ ആളുകളുണ്ടല്ലോ. അപ്പം അവരെ സംബന്ധിച്ച് അവർക്കതൊരു ജോലിയാണ്. അപ്പോൾ അവരിങ്ങനെ നമ്മളെ റോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ചില സമയത്ത് ഈ റോസ്റ്റിംഗ് വീഡിയോസ് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് കാണുമ്പോൾ അത് അനാവശ്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഫാക്റ്റ് ഇല്ലാത്ത പോലെ തോന്നാറ്. ചിലത് ഞാൻ എൻജോയ് ചെയ്യുന്ന ഇതുണ്ട്, ചിലത് നമ്മൾ കളിയാക്കി നമ്മളെ ചെയ്യില്ല വീഡിയോസൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ പിന്നെ ഞാനിതിനെ ഒന്നും അങ്ങനെ വലിയ ഉള്ളിലേക്ക് അങ്ങനെ എടുക്കാറില്ല. അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അവർക്കും ജീവിക്കണമല്ലോ. അപ്പോൾ നമ്മൾ കാരണം അവർക്ക് ഒരു വരുമാന മാർഗം കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നേട്ടമല്ലേ, അത്രയും വിചാരിക്കും. ഇലക്ഷൻ സമയത്ത് നേരം ആഹാരം കഴിക്കാനൊന്നും സമയം കിട്ടത്തില്ല. ഇപ്പം എങ്ങനെയാണ് ഡെയിലി റൊട്ടീൻ? ഇപ്പോഴും ഏകദേശം അതേ അവസ്ഥയിലാണ്. ഞാനിപ്പോൾ കുറച്ച് മുന്നോട്ട് പറഞ്ഞോളൂ, എനിക്ക് തോന്നുന്നു ഇലക്ഷന് ശേഷം ഇരിക്കാൻ നേരം കിട്ടാത്ത ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ സമയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതായത് ഇലക്ഷന് പിറ്റേ ദിവസം തൊട്ടേ ഓരോരോ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. കുറേയൊക്കെ നമ്മളെ ക്ഷണിക്കുന്ന പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ നമുക്കതൊന്നും നോ പറയാൻ പറ്റില്ലല്ലോ, അവർ നമ്മളെ അങ്ങനെ പ്രതീക്ഷ വിളിക്കുന്നില്ല. പിന്നെ കുറേ എൻ്റെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞാനത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് പേർക്ക് വീട് വെച്ച് കൊടുക്കുന്ന കാര്യം, കുറച്ച് ആൾക്കാരെ പൈസ പരമായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അത് വയ്യാത്ത ആൾക്കാർ കേട്ടോ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പേപ്പർ വർക്കുമായിട്ട് കുറേ നമ്മൾ ഓടി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനത് അനൗൺസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. മിനിങ്ങാന്നാണ് ഞാൻ ഈ പറഞ്ഞ വയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ ഒരു 3-4 പേർക്ക് നമ്മുടെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ അല്ലാതെ അതിന് പുറമെ നമ്മുടെ CMN പ്രൊജക്റ്റുമായിട്ട് ചേർന്നിട്ട് അവർ ഈ കുഞ്ഞുങ്ങൾക്ക് 2 പേര് കുഞ്ഞുങ്ങളാണ്, പിന്നെ 2 പേര് കുറച്ച് പ്രായമായിട്ടുള്ള എന്നാൽ വയ്യാത്തവരായിട്ടുള്ള, അവർക്ക് തീരെ സാമ്പത്തികമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെൻഷൻ അവിടെ നിന്ന് അനുവദിച്ചു. ആ പേപ്പർ ക്ലിയറായി അത് അനുവദിച്ചു. അപ്പോൾ അതെന്നെ സംബന്ധിച്ച്, അത് ഞാൻ നേരത്തെ പറഞ്ഞത്, അതെന്നെ സംബന്ധിച്ച് ഭയങ്കര ഹൈ ആക്കുന്നൊരു കാര്യം. ഞാൻ കാരണമാണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ. പിന്നെ വീടിൻ്റെ കാര്യം, ഒരു വീടിൻ്റെ നമ്മൾ അതിൻ്റെ പേപ്പർ വർക്കിലായിരുന്നു, അത് കംപ്ലീറ്റ് കഴിഞ്ഞു. ഒരു വീടിൻ്റെ വീട് പണി അത് മൊത്തത്തിൽ നമ്മൾ പുതുതായിട്ടാണ് പണിത് കൊടുക്കുന്നത്. അത് ഉടനെ തന്നെ വീട് പണി ഉണ്ടാവും. പിന്നെ കുറച്ച് പേര് ഈ വീട്ടിൽ ഞാൻ ഇതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ അത് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ സമയത്ത് കുറേ കമൻസ് ഉണ്ട്, എന്ത് ക്രൈറ്റീരിയ, നിങ്ങൾ എല്ലാവരും പോലും പറഞ്ഞ് പറ്റിക്കുകയല്ലേ, ചുമ്മാ പോയി നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചുമ്മാ പറയുന്നത് അങ്ങനെയല്ല. ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വീട്ടിൽ അവർക്ക് സാമ്പത്തികപരമായിട്ട് താഴെയാണെങ്കിലും അവരുടെ വീട്ടിലൊരു ജോലിക്ക് പ്രായമായിട്ടുള്ളൊരു ആൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് വെച്ച് കൊടുക്കാൻ പറ്റില്ല. കാരണം അവർ നോക്കണം ആ വീടെന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ്. അതുപോലെ ഇപ്പോൾ അച്ഛന്മാർ നിലവിൽ ജീവനോടെ ഉണ്ട്, അവർക്ക് ആരോഗ്യം ഉണ്ട് എന്നുള്ളവരാണെങ്കിൽ അവർക്ക് നമുക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റില്ല. ഇത് ഞാനുണ്ടാക്കിയ ക്രൈറ്റീരിയ അല്ല, ഈ ഓരോ പ്രൊജക്റ്റുകാരുടെ അവരുടെ ക്രൈറ്റീരിയാസാണ്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെയുള്ള കുറച്ച് വീടുകളുണ്ട്. അപ്പോൾ അവർക്ക് പക്ഷേ നമ്മൾ മെയിൻ്റനൻസിനായിട്ട് ആ വീട് മെയിൻ്റനൻസിനായിട്ടുള്ള പൈസ അത് കുറച്ച് എമൗണ്ട് അതും കൊടുക്കുക എന്നുള്ളതും അപ്രൂവ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. ഇത് മിനിങ്ങാന്ന് ആണ് നടന്നത്. അപ്പം നേരത്തെ പറഞ്ഞാൽ ഇരിക്കാൻ നേരം, അപ്പോൾ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് റിലാക്സ് ആവണമെന്ന് വിചാരിച്ചത് കഴിഞ്ഞ് ഞങ്ങൾ കോഴിക്കോടൊന്ന് പോയിരിക്കുകയായിരുന്നു. അവിടെ നിന്നൊരു റിസോർട്ടിൽ നിന്ന് നമ്മളെ ക്ഷണിച്ചതാണ്. അവിടെ ചെന്നിട്ട് സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ലെന്നുള്ളതാണ് അതിന് വേറൊരു സത്യം എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ ഫിസിക്കലി അവൈലബിൾ അല്ലാത്ത നമ്മൾ ഫോൺ കോൾസ് ഉണ്ടാവും. അപ്പം എപ്പോഴും ഇതുവരെ ഫ്രീ ആയിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ തന്നെയാണ്. ഫുഡിങ്ങൊക്കെ എപ്പോഴും കണക്കാണ്. അതുപോലെ തന്നെ ഈ NDA BJP കേരളത്തിൽ ഭരിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഇപ്പം ആതിരയുടെ ആവാം, അഖിൽമാരാറുടെ ആകാം, കൃഷ്ണകുമാർ സാറിൻ്റെ ആവാം, ഇങ്ങനെ പല BJPയുടെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് അവർ പറഞ്ഞ ചില വേർഡ്സ് വെച്ചിട്ട് അതിനെ ഭയങ്കര ട്രോൾ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് പലരിതുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് ആതിരയ്ക്ക് പറയാനുള്ളത്? ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്കും ഇതേ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞ ഒരു വേർഡിനെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ എന്തെങ്കിലും ഇപ്പം ഞാൻ മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമുണ്ട്. അതായത് നമുക്ക് ഈ മനുഷ്യരാണ് തെറ്റ് പറ്റുമെന്നുള്ളത്. ഇപ്പം നമ്മൾ പോലും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു നാവുപിഴ സംഭവിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അത് തന്നെ ചോദിക്കട്ടെ, ഒരാളൊരു 10 നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ചീത്ത കാര്യം ചെയ്യുന്നത് അതെന്തിനാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്? ആ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്താൽ പോരെ. നമ്മൾ ഈ ലോകത്തുള്ള ഒരു മനുഷ്യരും എന്താ പറയുക 100% പോയിട്ട് ഒരു 50% പോലും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറ്റങ്ങളും ഉണ്ടാവും, തെറ്റുകളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവരുടെ നല്ല ഭാഗം മാത്രം നോക്കിയാൽ മതി. അൺലെസ് ആൻഡ് അണ്ടിൽ നമുക്ക് അവരെന്തെങ്കിലും പേഴ്സണലി ദ്രോഹം ചെയ്ത് നമ്മളെ എന്താ പറയുക നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ലെവലിലോട്ട് ആക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അവർ നമുക്ക് ഒരു ദോഷം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്തിനാ അവരുടെ ദോഷം നമ്മൾ കാണാൻ പോകുന്നത്? അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി.
അതെ, എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ, ആർക്കും ഇല്ലാത്തവരൊന്നുമല്ല. എല്ലാവരും ഇപ്പം ഇലക്ഷൻ്റെ സമയത്ത് ഞാനിപ്പോൾ നമ്മളെന്താ പറയുക, ഇപ്പം മറ്റ് പാർട്ടിയിലുള്ളവരെ അല്ലെങ്കിൽ നമ്മൾ അവരുടെ കുറവുകൾ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അവർ നല്ലത് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവരൊന്നും നല്ലത് ചെയ്തിട്ടില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അവർ നല്ലതും ചെയ്യുന്നുണ്ട്, ചീത്തയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളവിടെ നമ്മളുടെ ഉദ്ദേശം എന്താ, ആ കുറവുകൾ നികത്തുക എന്നുള്ളതാണ്. അതാ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഇങ്ങനെയുണ്ട്. അപ്പം ഒരു വാക്കിൻ്റെ പേരിലോ ഇതിൻ്റെ പേരിലോ ആരെയും അങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. അതിനെ ക്രിട്ടിസൈസ് ചെയ്തോ, പക്ഷേ അടച്ചവരങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ആക്ഷേപിക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അതുപോലെ തന്നെ BJP എന്ന പാർട്ടീനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിലാവാം, അല്ലാതെ ആവാം. ഭയങ്കരമായിട്ട് എനിക്ക് തന്നെ എൻ്റെ നോർമൽ പോസ്റ്റുകളിലായാലും അല്ലെങ്കിൽ ഈ പാർട്ടി റിലേറ്റഡ് മീൻസ് ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളിലായാലും എന്തായിരുന്നു ഇങ്ങനെ വന്നിട്ടുണ്ട്. അതായത് ബാക്കിയെല്ലാം മോളെ നീ വേറെ ഏതെങ്കിലും പാർട്ടിയിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നീ ജയിച്ചേനെ, ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന്. ഈ പാർട്ടിയിലായതുകൊണ്ട് നിനക്ക് അപ്പം ഞാൻ അവിടെ ചിന്തിച്ചു, അപ്പോൾ ഇവർക്ക് ആളല്ല പ്രശ്നം. അപ്പോൾ എനിക്ക് മറ്റേ ഈ ആര്യ ചേച്ചിയുടെ ഒരു ഇതുമായിട്ട്, അതായത് നമ്മുടെ മുൻ മേയറായിട്ടുണ്ടായിരുന്ന ആര്യ ചേച്ചിയുടെ ഒരു ഇതുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ആര്യ ചേച്ചിക്ക് എന്നേക്കാൾ പ്രായം കുറവായിരുന്നു മേയർ ഇതിലോട്ട് വരുന്ന സമയത്ത്, പദവിയിലോട്ട് വരുന്ന സമയത്ത്. അപ്പോൾ ആർക്കും ഈ പറഞ്ഞ പോലെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഏജ് വെച്ചിട്ട് ഭയങ്കര കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇതപ്പം പേഴ്സണെ വെച്ചിട്ടുള്ള പ്രശ്നമല്ല, ഞാൻ നിൽക്കുന്നതോടുള്ള കുഴപ്പമില്ല, ഞാൻ നിൽക്കുന്ന പാർട്ടിയോടുള്ളത്. എനിക്കറിയില്ല എന്തിനാണ് ഈ തരത്തിലുള്ളൊരു വിദ്വേഷം. കാരണം അതിന് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാരണം വർഗീയതയാണ്. പക്ഷേ ഈ നമ്മൾ എവിടെയാണ് വർഗീയത പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കറിയില്ല. ഇനി എൻ്റെ പേഴ്സണൽ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു പാർട്ടിയിൽ, ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ BJP യിലല്ല ഇവിടെ നിന്നത്, 2020 NDA സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചപ്പോൾ ഞാൻ BJP യിലാണ് നിൽക്കുന്നതെങ്കിലും NDA യിലാണ് 2020 നിൽക്കുന്നതെങ്കിലും എനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ. ഞാൻ നോക്കുന്ന അത് നോക്കിയാൽ പോരെ. അപ്പോൾ എന്തിനാ അവരോട് പാർട്ടി നോക്കുന്നത്? അപ്പോൾ ഇത് അങ്ങനെയല്ല. ഈ പൊതുവേ ഈ പാർട്ടിയോടൊരു ഹേറ്റ്രഡ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പാർട്ടി